അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ടോ? പെട്ടെന്ന് ദേഷ്യം വരാറുണ്ടോ? തീർച്ചയായും നമ്മളിൽ ഭൂരിഭാഗം പേരും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണിത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കാൻ കഴിയുന്ന, എന്നാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യരിൽ ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് മഹത്തായ ഗുണങ്ങളെക്കുറിച്ചാണ്. ക്ഷമയും സഹിഷ്ണുതയും. ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. അതിൽ സന്തോഷമുണ്ടാകും, സങ്കടമുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. ഈ പ്രതിസന്ധികളെയെല്ലാം പുഞ്ചിരിയോടെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുന്ന രണ്ട് ആയുധങ്ങളാണ് ക്ഷമയും സഹിഷ്ണുതയും. ക്ഷമ എന്നാൽ എന്താണ്? പലരും വിചാരിക്കുന്നത് ക്ഷമ എന്ന് പറഞ്ഞാൽ ഒന്നിനോടും പ്രതികരിക്കാതെ സങ്കടപ്പെട്ട് ഒതുങ്ങിക്കൂടുക എന്നാണ്. എന്നാൽ അതല്ല യഥാർത്ഥ ക്ഷമ. യഥാർത്ഥ ക്ഷമ എന്നാൽ സബർ എന്നത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ മനസ്സിനെ നിയന്ത്രണം നഷ്ടപ്പെടാതെ ദൈവത്തിൽ ഭാരമേൽപ്പിച്ച് പോസിറ്റീവായി മുന്നോട്ട് പോകാനുള്ള കരുത്താണ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. പ്രപഞ്ചനാഥൻ്റെ സഹായം ലഭിക്കാൻ ക്ഷമയേക്കാൾ വലിയൊരു മാർഗമില്ല. ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിച്ച് തളർന്നിരിക്കാതെ ഇതിലും ഒരു നന്മയുണ്ടാകുമെന്ന് ചിന്തിക്കാൻ കഴിയുന്നതാണ് മോട്ടിവേഷൻ. ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും ഏറ്റവും വലിയൊരു മാതൃകയായിരുന്നു. പ്രവാചക വചനങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്, ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന യാതൊരു വിഷമതകളും, രോഗവും, ദുഃഖവും, കഷ്ടപ്പാടും, മാനസിക വിഷമങ്ങളും അത് അവൻ്റെ ശരീരത്തിൽ തറക്കുന്ന ഒരു മുള്ളാണെങ്കിലും അതുവഴി അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കില്ല. ഈ ഹദീസ് തരുന്ന മോട്ടിവേഷൻ എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ അനുഭവിക്കുന്ന ചെറിയൊരു വിഷമം പോലും വെറുതെയാകുന്നില്ല. അതിനെല്ലാം നാളെ വലിയ പ്രതിഫലമുണ്ട്. മറ്റൊരു പ്രശസ്തമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ദേഷ്യം വരുമ്പോൾ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന്. നമുക്ക് ദേഷ്യം വരുമ്പോൾ തല്ലാനോ ചീത്ത വിളിക്കാനോ എളുപ്പമാണ്. എന്നാൽ ആ നിമിഷത്തിൽ സ്വയം നിയന്ത്രിക്കാൻ വലിയൊരു മനക്കരുത്ത് വേണം. അതാണ് യഥാർത്ഥ വിജയം. സഹിഷ്ണുതയുടെ പ്രാധാന്യം എന്താണ്? അടുത്തത് സഹിഷ്ണുതയാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ എപ്പോഴും വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല. അവരുടെ അഭിപ്രായങ്ങൾ, സ്വഭാവങ്ങൾ എന്നിവ നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കാം. മറ്റുള്ളവരെ പോരായ്മകളെ ഉൾക്കൊള്ളാനും അവരോട് ക്ഷമിക്കാനുമുള്ള കഴിവാണ് സഹിഷ്ണുത. തായിഫിൽ വെച്ച് പ്രവാചകനെ ജനങ്ങൾ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചപ്പോൾ അവരെ മലകളുടെ മലക്ക് അനുവാദം ചോദിച്ച രംഗം ചരിത്രത്തിലുണ്ട്. എന്നാൽ റഹ്മത്തുല്ലിൽ ആലമീനായ പ്രവാചകൻ അവരോട് സഹിഷ്ണുത കാണിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത്. നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സഹിഷ്ണുത ഉണ്ടെങ്കിൽ പകുതിയിലധികം പ്രശ്നങ്ങളും അവിടെ തീരും. ഒരു തെറ്റ് കണ്ടാൽ പെട്ടെന്ന് പ്രതികരിക്കാതെ അവർക്ക് തിരുത്താൻ സമയം നൽകുക എന്നത് ഒരു വലിയ കലയാണ്. ക്ഷമയും സഹിഷ്ണുതയും എങ്ങനെ വളർത്തിയെടുക്കാം? ഇത് കേൾക്കുമ്പോൾ എളുപ്പമാണെങ്കിലും പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നാം. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് ശീലമാക്കാം. പെട്ടെന്നുള്ള പ്രതികരണം ഒഴിവാക്കുക. ദേഷ്യമോ സങ്കടമോ വരുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ 10 സെക്കൻഡ് ശ്വാസമെടുത്ത് മാറി നിൽക്കുക. കാര്യങ്ങളെല്ലാം പോസിറ്റീവായി കാണുക. എല്ലാ പ്രതിസന്ധികൾക്കും പിന്നിൽ ഒരു നല്ല വശമുണ്ടാകുമെന്ന് വിശ്വസിക്കുക. പ്രാർത്ഥന. മനസ്സിന് ശാന്തത ലഭിക്കാൻ പ്രാർത്ഥനയേക്കാൾ വലിയൊരു മരുന്നില്ല. പ്രിയ സുഹൃത്തുക്കളെ, ക്ഷമ എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് അതൊരു അതിശക്തമായ ആയുധമാണ്. ക്ഷമിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ക്ഷമയോടും സഹിഷ്ണുതയോടും അതിനെ നേരിടാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യാനും സ്നേഹത്തോടെ പെരുമാറാനുമുള്ള ഒരു നല്ല മനസ്സ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ.
ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി. അസ്സലാമു അലൈക്കും.